വാനും ഇന്ന് കേരളീയ സമൂഹം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രശസ്ത പണ്ഡിതനായ പ്രൊഫസർ അലിക്കുഞ്ഞ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ സെമിനാർ മാധ്യമങ്ങളും സമാധാനവും മാധ്യമങ്ങളും എന്നുള്ള വിഷയത്തെ അധികരിച്ചാണ്. നല്ല ഒരു വിഷയമാണ്. മാധ്യമങ്ങൾ നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ജനാധിപത്യമെന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ വില്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനാധിപത്യത്തിൽ നമ്മളുടെ ഏറ്റവും അവസാനത്തെ വാക്ക് ജനങ്ങളുടേതാണ്. പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും കഴിഞ്ഞാൽ ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ടാണ് മാധ്യമങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4 പില്ലേഴ്സ് ഓഫ് ദ ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനസഭകൾ, അത് പാർലമെൻ്റ് ആണെങ്കിലും അസംബ്ലി ആണെങ്കിലും, അത് 2 പാർലമെൻ്റ് എടുക്കുന്ന നടപടികൾ, ജനങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റോ അസംബ്ലിയോ എടുക്കുന്ന നടപടികൾ നടപ്പാക്കുന്ന എക്സിക്യൂട്ടീവ്, പാസ്സാക്കുന്ന നിയമങ്ങൾ തലനാരിഴകീറി പരിശോധിക്കുന്ന ജുഡീഷ്യറി, അതിനോടൊപ്പമുള്ളതാണ് ഫോർത്ത് എസ്റ്റേറ്റ്, അതാണ് മാധ്യമങ്ങൾ. അപ്പം മാധ്യമങ്ങളുടെ പ്രാധാന്യം ജനാധിപത്യ സംവിധാനത്തിൽ വളരെ വലുതാണ്. ഇപ്പം ഏകാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ചൈന, അവിടെ ഗവൺമെൻറ് മാധ്യമങ്ങൾക്ക് മാത്രമേ വാർത്തകൾ കൊടുക്കാൻ കഴിയൂ. പണ്ട് റഷ്യയിലും അതായിരുന്നു, സോവിയറ്റ് യൂണിയനിലും ഗവൺമെൻറ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പത്രങ്ങൾ മാത്രമേ ജനങ്ങളിൽ എത്താറുള്ളൂ. അല്ലാതെ വാർത്തകൾ കൊടുക്കുന്ന ഒരു മാധ്യമങ്ങളും അവിടെ നിലനിൽക്കില്ല. അത്തരം ആളുകളെ കൽത്തുറുങ്കിൽ അടയ്ക്കും. അപ്പോൾ ഏകാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേസമയം പട്ടാള ഭരണങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിലാണ് മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളത്. ഇപ്പം പാർലമെൻ്ററി ജനാധിപത്യത്തിൽ 4-ാം തൂണ് അഥവാ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. മാധ്യമങ്ങളാണ് ജനങ്ങളെ വസ്തുതകൾ അറിയിക്കുന്നത്. ജനങ്ങളുടെ മുമ്പിൽ ഓരോ വാർത്തകൾ എത്തിക്കുന്ന ജോലിയാണ് മാധ്യമങ്ങൾക്കുള്ളത് പ്രാഥമികമായി. ഇന്ന് ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കുന്ന ഭരണകൂടങ്ങളുടെ പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക മാത്രമല്ല, അതൊരു ഡിറ്ററൻ്റായി പ്രവർത്തിക്കുകയാണ്. എന്താണ് ഡിറ്ററൻ്റായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ? തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ഗവൺമെൻറ്റുകളെ വിലക്കുന്നത്, അതാണ് ഡിറ്ററൻ്റ്. വിലക്കുന്നത് മാധ്യമങ്ങളാണ്. ഇന്ന കാര്യം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ഇന്ന കാര്യം ചെയ്താൽ അത് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയും എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഞാനടക്കമുള്ള മന്ത്രിമാരോ ജനപ്രതിനിധികളോ ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കും. ഇറ്റ് വിൽ എക്സ്പോസ് ബിഫോർ ദ പബ്ലിക്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെടും, ജനങ്ങൾ അതറിയും എന്നുള്ളത് കൊണ്ട്, മാധ്യമങ്ങൾ സജീവമാകുന്നതുകൊണ്ട്, അത്തരം വാർത്തകൾ ജനങ്ങളിലെത്തും എന്നുള്ളത് കൊണ്ട് പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകന്മാരും പൊതുപ്രവർത്തകന്മാരും മന്ത്രിമാരും ജനപ്രതിനിധികളും അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും പൊതുജീവിതത്തിനും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കാനുള്ള ഒരന്തരീക്ഷമാണ് മാധ്യമങ്ങൾ നൽകി വരുന്നത്. അപ്പം ജനങ്ങൾ ഒരു മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ്റുകളും പൊതുപ്രവർത്തകന്മാരും സാമൂഹ്യ പ്രവർത്തകന്മാരുമെല്ലാം അവരുടെ പ്രവർത്തനങ്ങളിൽ കൃത്യത പാലിക്കുന്നതും ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതും ചെയ്യുന്നത്.
ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്ന ട്രാൻസ്പെറൻസിയുടെ ഒരു കാലമാണ്. നത്തിങ് ക്യാൻ ബി ഹൈഡ് ഫ്രം ദ പീപ്പിൾ. ജനങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയുന്നില്ലാത്ത ലോകമാണ്. കാരണം എല്ലാം ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് ജനങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ UPA ഗവൺമെൻറ് പാസ്സാക്കിയ ഏറ്റവും വിപ്ലവകരമായ ഒരു നിയമമാണ് ഇൻഫർമേഷൻ ജനങ്ങൾക്ക് നൽകുക എന്നുള്ളത്. വിവരാവകാശ നിയമത്തിലൂടെ ക്യാബിനറ്റിൽ എടുക്കുന്ന ഓരോ തീരുമാനവും മന്ത്രി എന്നുള്ളതിൽ ഞാനോ ഇബ്രാഹിം കുഞ്ഞോ ഫയലിൽ എഴുതുന്ന ഏതൊരു കാര്യവും 10 രൂപ അടച്ചാൽ ഏതൊരു ഇന്ത്യൻ പൗരനും കിട്ടുന്ന അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും എത്താനുള്ള സംവിധാനം ഇന്ന് ഭരണത്തിൽ തന്നെ നിലനിൽക്കുകയാണ്. അപ്പം ക്യാബിനറ്റിൽ പറയുന്ന കാര്യം, അതിനകത്ത് ഒഴിവാക്കിയിട്ടുള്ള സൈന്യത്തിൻ്റെ കാര്യങ്ങൾ, ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോലീസിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ, ഒരു കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ഒഴികെ മറ്റേത് വിവരം ചോദിച്ചാലും ജനങ്ങൾക്കത് ലഭ്യമാക്കണമെന്നാണ് വിവരാവകാശ നിയമത്തിൽ പറയുന്നത്. മാത്രമല്ല, ഇന്ന് ലോകം ഒരു ചെറിയ വേലിക്കെട്ടിൽ നിൽക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. ലോകം എന്ന് പറയുന്നത് തന്നെ ഇന്ന് ഒരു ഗ്ലോബൽ വില്ലേജാണ്. പണ്ടൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് സഞ്ചാര സാഹിത്യം വായിക്കുമായിരുന്നു. കാരണം എന്താണ് ഈ ആഫ്രിക്കയിൽ നടക്കുന്നത്, അമേരിക്കയിൽ നടക്കുന്നത് നമുക്കറിയില്ലായിരുന്നു. ഇന്ന് നമ്മുടെ വീട്ടിലിരുന്നാൽ ചെറുപ്പക്കാർക്ക്, നമുക്കെല്ലാവർക്കും ഗൂഗിളിലൂടെ പോയാൽ, ഇൻ്റർനെറ്റിലൂടെ പോയാൽ ഏത് വിവരവും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇൻഫർമേഷൻ്റെ അതിവിപുലമായ സാധ്യതകളാണ് ഇന്ന് ലോകത്തെ മാറ്റിമറിച്ചിരിക്കുന്നത്. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇൻഫർമേഷനിലുണ്ടായിരിക്കുന്ന വൻപിച്ച മാറ്റമാണ്. അത് ലോകത്തെ തന്നെ കീഴ്മേൽ മറിച്ചിരിക്കുകയാണ്. എല്ലാ വിവരങ്ങളും എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു കാലഘട്ടം. അവിടെ രഹസ്യത്തിന് യാതൊരു സ്ഥാനവുമില്ല. ട്രാൻസ്പെറൻ്റായ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. വലിയ ഉത്തരവാദിത്വം അവർക്കുണ്ട്. മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുപ്രവർത്തകന്മാരും എല്ലാവരും തങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ നിർബന്ധിതമാകുന്നു. അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ പ്രിന്റ് മാധ്യമങ്ങൾ മാത്രമല്ല, ദൃശ്യമാധ്യമങ്ങൾ അവർക്കും വലിയ പങ്കാണ് നിർവഹിക്കാനുള്ളത്. ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ബ്രേക്കിംഗ് ന്യൂസുകളാണ്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. അപ്പം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനതയുടെ ജീവിതം രൂപപ്പെടുത്തുന്ന കാര്യത്തിലും, ഒരു ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ ക്രമം രൂപപ്പെടുത്തുന്ന കാര്യത്തിലും, ഒരു ജനകീയ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും, ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുന്ന കാര്യത്തിലുമൊക്കെ വലിയ പങ്കാണ് നിറവേറ്റാനുള്ളത്. കേരളത്തിൽ എത്ര പത്രങ്ങളാണുള്ളത്? രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ നമ്മൾ പണ്ട് ഒരു പത്രം വായിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പം 10-20 പത്രങ്ങൾ വായിക്കേണ്ട സ്ഥിതിയാണ്. കാരണം എല്ലാ വാർത്തകളും എല്ലാ പത്രങ്ങളിലും എന്താണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം മുഖ്യധാര പത്രങ്ങൾ കൂടാതെ ചെറിയ പത്രങ്ങളും ധാരാളം വരുന്നു. അപ്പം എല്ലാ പത്രങ്ങളും നമ്മൾ വായിക്കാൻ നിർബന്ധിതമാകുന്നു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പത്രം വായിക്കുന്ന സ്ഥലം. ഇപ്പം വിദേശത്ത് പോയാൽ, ഇപ്പം നമ്മളെ ലണ്ടൻ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയാൽ പത്രം വഴിനീളം ഇങ്ങനെ വെച്ചിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള പത്രം എടുത്തുകൊണ്ട് പോകും. അവിടെ പൈസയൊന്നും കൊടുക്കണ്ട. പത്രം വിതരണം ചെയ്യാൻ ആളില്ല, ഇങ്ങനെ വെച്ചേക്കാം, നമുക്ക് പത്രം എടുത്തുകൊണ്ട് പോകാം. ഇപ്പം മാധ്യമങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഞാനൊരു മാധ്യമം നടത്തിയ ഒരാളായിരുന്നു. വീക്ഷണം എന്ന ദിനപത്രം പുനഃപ്രസിദ്ധീകരിച്ച് ഞാൻ KPCC പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാൻ അത് നന്നായി നടത്താൻ ശ്രമിച്ച ഒരാളാണ്. പത്രവിതരണത്തിൽ ഇന്ന് കേരളത്തിൽ ആളില്ല. ഇപ്പം എല്ലാ പത്രത്തിൻ്റെയും വിതരണത്തിൽ ഒരാളായിരിക്കും. ദേശാഭിമാനിയും ചന്ദ്രികയും വീക്ഷണവും മാധ്യമവും മംഗളവും മാതൃഭൂമിയും മനോരമയൊക്കെ നടത്താൻ ഒരാളേ ഉള്ളൂ. വിദേശ രാജ്യങ്ങളിൽ ഇത് കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് എല്ലാവരും നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ ഈ പേപ്പർ വെച്ചിരിക്കുക, അതെടുത്ത് ആൾക്ക് വായിക്കാം.
നിങ്ങൾ ഇംഗ്ലീഷ് പത്രങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ തൂക്കി വിറ്റാൽ 1 കിലോ കാണും. അവരാണെങ്കിൽ വില വളരെ കുറവാണ്. സത്യത്തിൽ ഇത്രയും വില ഒരു പത്രം ഈടാക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് കിട്ടുന്ന പരസ്യം കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഈ പത്രമൊക്കെ തരാൻ കഴിയുന്നതാണ്. പലരും അത് തരുന്നില്ല, അത് പോട്ടെ, വേറൊരു വിഷയമാണ്. അപ്പം പത്രങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, ദൃശ്യമാധ്യമങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, ജനങ്ങളിലേക്ക് കൂടുതൽ വാർത്തകൾ പ്രവഹിക്കുന്നു. ഇതൊന്നുമില്ലാതെ സോഷ്യൽ മീഡിയ ഇന്ന് ഏറ്റവും സജീവമായിട്ടുള്ള കാലമാണ്. ഇവിടെ ഞാൻ ഈ പ്രസംഗിക്കുന്ന കാര്യം ലോകത്തിൻ്റെ ഏത് മൂലയിലും ആളുകൾക്ക് കിട്ടത്തക്ക സംവിധാനം എന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളെയോ പ്രസംഗങ്ങളെയോ നിശിതമായി വിമർശിച്ചുകൊണ്ട് ആളുകൾക്ക് എവിടെ വന്ന് എഴുതാൻ കഴിയുന്നു. അപ്പം മാധ്യമങ്ങളുടെ രൂപം മാറുകയാണ്. വെറും അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് അത് പ്രിന്റ് മീഡിയയിൽ നിന്ന് അത് മാറി ദൃശ്യമാധ്യമങ്ങളാകുന്നു. ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയ ആകുന്നു. അപ്പം ഇപ്പം അത് വാട്സാപ്പിലൂടെ പ്രചരിക്കുന്നു, യൂട്യൂബിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്ന് രൂപാന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പം മാധ്യമം അതിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, മാധ്യമ പ്രവർത്തകന്മാർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ? ഭയ കൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ദിവാൻ ഭരണത്തിനെതിരായി, സർ CP രാമസ്വാമി അയ്യരുടെ പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായി തൂലിക ചലിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് നാട് കടത്തുകയുണ്ടായി. അന്ന് അദ്ദേഹം എഴുതിയ വാക്കാണ് ഭയ കൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. ഭരണകൂടങ്ങൾക്കെതിരെ എഴുതും, ഭരണകൂടങ്ങളുടെ തെറ്റുകളെ വിമർശിക്കും. അതൊക്കെ ജനാധിപത്യത്തിൽ അനിവാര്യമാണ്. പക്ഷേ മാധ്യമപ്രവർത്തകനാണ് എന്ന് കരുതി എന്തും എഴുതാമെന്നൊരു സാഹചര്യം ജനാധിപത്യത്തിൽ ആപൽക്കരമല്ലേ? ഇപ്പൊ വിഷ്വൽ മീഡിയ, ഞാൻ അസംബ്ലിയിലും പറഞ്ഞതാണ്, ബ്രേക്കിംഗ് ന്യൂസ് അങ്ങ് അടിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റാൽ അവർ 2 ബ്രേക്കിംഗ് ന്യൂസ് അങ്ങ് തട്ടും. അവർ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് ആരും വെരിഫൈ ചെയ്യുന്നില്ല. ഒരു മാധ്യമക്കാരൻ ആദ്യം ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്താൽ അടുത്ത ആൾ വീണ്ടും അടുത്ത ആളും കൂടെ കൂടും, പിന്നെ അടുത്ത മാധ്യമം കൂടും, അങ്ങനെ അടുത്ത ആൾ കൂടും. ഒരു 5 ദൃശ്യമാധ്യമം ഒരേ വാർത്ത കൊടുത്താൽ ജനങ്ങൾ എന്ത് ധരിക്കും? ഇത് ശരിയാണെന്ന് ധരിക്കും. അതേസമയം അതിൻ്റെ വെറാസിറ്റി, അതിൻ്റെ സത്യസന്ധത പലപ്പോഴും പരിശോധിക്കപ്പെടുന്നില്ല. എനിക്ക് വലിയ പരാതിയുള്ള ആളാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ബ്രേക്കിംഗ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് എവിടെ പോയി തിരുത്തും? നമ്മൾ തിരുത്താൻ പത്രസമ്മേളനം നടത്തിയാൽ നമ്മൾ പറയുന്നതല്ല ഇടുന്നത്, അവർക്ക് തോന്നി അവർക്ക് ഇഷ്ടമുള്ളത് ഇടും. ഇത് മാധ്യമപ്രവർത്തനമാണോ? ഇത് ശരിയായ മാധ്യമപ്രവർത്തനമാണോ? പ്രിന്റ് മീഡിയ ആണെങ്കിൽ പിന്നെ അവരെഴുതുന്നത് തിരുത്ത്, ചരമത്തിൻ്റെ കോളത്തിലെങ്കിലും ചെറുതായിട്ട് എഴുതും തിരുത്തുന്നു. 4 കോളം വാർത്ത നമുക്കെതിരായി കൊടുത്തിട്ട് നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ ചരമക്കോളത്തിൽ തിരുത്ത്, ഇന്നലെ ഇന്ന കോളത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്ത അടിസ്ഥാനരഹിതമാണ്, ഖേദിക്കുന്നു എന്ന് പത്രാധിപരെന്ന് എഴുതും. ഈ ദൃശ്യമാധ്യമങ്ങൾ എന്താ എഴുതുന്നത്? അവരാരെങ്കിലും ഏതെങ്കിലും ഒരു തെറ്റായ വാർത്ത കണ്ടെത്തി തിരുത്താറുണ്ടോ? തിരുത്താറില്ല, ആരും തിരുത്തില്ല. തിരുത്തണമെന്ന് പറഞ്ഞാലും തിരുത്തില്ല. അപ്പോൾ പറയും, നമ്മളോട് പറയുന്ന നിങ്ങളൊന്ന് പ്രതികരിച്ചാൽ മതി, ഞങ്ങളത് കൊടുക്കാം. നമ്മൾ പ്രതികരിക്കുമ്പോൾ അവർക്ക് സൗകര്യമുള്ളതേ കൊടുക്കത്തുള്ളൂ, നമ്മൾ പറയുന്നോട്ട് കൊടുക്കത്തുമില്ല. ഇത് ശരിയായ മാധ്യമപ്രവർത്തനമാണോ? മാധ്യമങ്ങളുടെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉത്തരവാദിത്വമുള്ള മാധ്യമ പ്രവർത്തനം ഉണ്ടാകണം. 10-40 വർഷം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ഒരു സ്ഥാനത്ത് വരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്കെതിരായ ഒരു കള്ളവാർത്ത വന്നാൽ ആ വ്യക്തിക്കൊരു കുടുംബമുണ്ട്, ആ വ്യക്തിക്ക് സുഹൃത്ത് വലയമുണ്ട്, ആ വ്യക്തി വോട്ട് ചെയ്യുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്, അദ്ദേഹത്തിനൊരു പാർട്ടിയുണ്ട്, ആ പാർട്ടിയിലെ അനുഭാവികളുണ്ട്. അവരൊക്കെ എന്ത് മറുപടി പറയും? കൊടുക്കുന്ന വാർത്തയ്ക്ക് അവർ കൽപ്പിക്കുന്നത് 24 മണിക്കൂർ ആയുസേ ഉള്ളൂ. ആ വാർത്ത വന്നു കഴിഞ്ഞാൽ അടുത്ത വേറൊരു വാർത്ത വന്നാൽ ഇതങ്ങ് പോകും. പക്ഷേ നമ്മളിൽ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. അപ്പോൾ ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുക്കുമ്പോൾ അതിൽ ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു. 60 കേസിലെ പ്രതിയായ ഒരു വ്യക്തി, ജീവപര്യന്തത്തിന് തടവ് ശിക്ഷ വിധിച്ച 60 കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ പോലീസ് ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ മൈക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. അവൻ പറയുന്ന എല്ലാ തോന്നിവാസവും പിറ്റേ ദിവസം പത്രത്തിൽ വരികയാണ്.
ഇതാണോ മാധ്യമ സ്വാതന്ത്ര്യം? ശരിയാണോ ഇത്? ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കുടുംബമുണ്ടെന്നും അവർക്ക് ജീവിതമുണ്ടെന്നും അവർക്കൊരു പാർട്ടി ഉണ്ടെന്നും അവർ വോട്ട് ചെയ്ത ജനങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. അപ്പൊ ഉത്തരവാദിത്വമുള്ള പത്രപ്രവർത്തനം ദൃശ്യമാധ്യമ രംഗത്ത് നിന്ന് അനിവാര്യമാണ്. ഞാനിത് പറഞ്ഞതിന് എന്നെ പലരും വിമർശിച്ചു. എനിക്ക് യാതൊരു പരാതിയില്ല. ഞാനീ പറയുന്നതിന് അസംബ്ലിക്കകത്തും പറഞ്ഞു, പുറത്തും പറഞ്ഞു. ഞാനത് പറയുന്നതിന് എന്നെ വിമർശിക്കുന്നതിന് എനിക്കൊരു പരാതിയില്ല. അതൊരു ചർച്ചയാവട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ജനങ്ങളിതൊന്ന് മനസ്സിലാക്കട്ടെ. ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ആരുടെയും പേര് വന്നാൽ പിറ്റേ ദിവസം അത് പത്രത്തിൽ അല്ലെങ്കിൽ ഒരു ദൃശ്യമാധ്യമത്തിൽ അടിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന സത്യമാണെങ്കിൽ കൊടുക്കുന്നതിന് ആർക്കും ഒരു പ്രയാസവുമില്ല. സത്യസന്ധമായ വാർത്തകൾ ആരെയും തമസ്കരിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. അടിസ്ഥാനമുള്ള വാർത്തകൾ കൊടുക്കട്ടെ. അത്തരം വാർത്തകൾ വരുന്നത് നല്ലതാണ്. പക്ഷെ ഒരു അടിസ്ഥാനവുമില്ലാതെ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ കൊടുക്കുന്നത് ആരോഗ്യപരമായ ഒരു ജനാധിപത്യത്തിന് ഗുണകരമാണോ എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിൽ ദൃശ്യമാധ്യമങ്ങളും പ്രിന്റ് മാധ്യമങ്ങളെ ഞാൻ അധികം പറയുന്നില്ല. അവരങ്ങനെ കൊടുക്കാറില്ല. കാരണം ഇത് കൊടുത്താൽ നമുക്ക് എടുത്തു വെച്ച് ഒന്നുമില്ലെങ്കിൽ കേസിലും കൊടുക്കുക. ഇത് മറ്റേത് എവിടെയാണ് കൊടുത്തത്, ആരാ പറഞ്ഞത്, എന്താ പറഞ്ഞതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനത്തിന് കൂടുതൽ ഉത്തരവാദിത്വ ബോധവും ആധികാരികതയും ഉണ്ടാകേണ്ടതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? മാധ്യമങ്ങളും സമാധാനവും. സമാധാനം എന്ന് പറയുന്ന ലോകത്തെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ ഇപ്പോൾ കൊറിയ ഹൈഡ്രജൻ ബോംബ് നിർമ്മിച്ചിരിക്കുന്ന കാലമാണ്. ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കുന്ന കാലത്ത് സമാധാനത്തെ പറ്റി പറയുമ്പോൾ തന്നെ പേടിക്കണം. ലോകത്തെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നത് എന്താണ്? പീസ്ഫുൾ കോയി എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം. ഒരു ബട്ടണമർത്തിയാൽ ഈ ഭൂമണ്ഡലമാകെ ചുട്ടുകരിക്കത്തക്ക സംഹാര ശക്തിയുള്ള ആണവ ആയുധങ്ങൾ നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും മാനവരാശിയെ മുഴുവൻ തുടച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു കാലത്ത് മനുഷ്യൻ കല്ലും മരവും ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്തത്. പിന്നീട് അത് ക്രമേണ മാറി മാറി പുതിയ ആയുധങ്ങൾ ഉണ്ടാകുന്നു. ആറ്റം ബോംബ് ഉണ്ടാകുന്നു. ആറ്റം ബോംബിൽ നിന്ന് രാസായുധങ്ങൾ ഉണ്ടാകും, കെമിക്കൽ വെപ്പൺസ്. അതിൽ നിന്ന് മാറി സ്റ്റാർ വാഴ്സ് ഉണ്ടാകുന്നു, നക്ഷത്ര യുദ്ധങ്ങൾ. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇതാ ഹൈഡ്രജൻ ബോംബ് ഉണ്ടാകുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഹൈഡ്രജൻ ബോംബിലാണ്. ലോകത്തെവിടെ സമാധാനം ഉണ്ടാകും? ലോകത്തെ സമാധാനമല്ലാതെ എന്താണ് ജനങ്ങൾക്ക് അഭികാമ്യമായിട്ടുള്ളത്? ഇപ്പം സിറിയയിൽ നടക്കുന്ന യുദ്ധം, ഈ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗത്തും നടക്കുന്ന യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. പണ്ടൊക്കെ ആറ്റം വിക്ഷേപിക്കണമെങ്കിൽ ഒന്നുകിൽ മരുഭൂമിയിൽ പോകണം, അല്ലെങ്കിൽ കടലിൽ പോകണമായിരുന്നു. ഇന്ത്യ പൊക്കാറനിൽ ആണവായുധങ്ങൾ വിക്ഷേപിച്ചത് പൊക്കാറൻ എന്ന രാജസ്ഥാനിലെ മരുഭൂമിയിലാണ്. ലോകത്തെല്ലാ രാജ്യങ്ങളും ഒന്നിൽ കടലിലോ മരുഭൂമിയിലോ ആണ് ആണവായുധങ്ങൾ വിക്ഷേപിക്കുന്നത്. ഇപ്പോൾ അത് മാറി അമേരിക്ക തങ്ങളുടെ ലബോറട്ടറിയിലെ ടെസ്റ്റ് ട്യൂബിലെ ഒരു സ്റ്റിമുലി കൊണ്ട് ആണവായുധങ്ങൾ വിക്ഷേപിക്കത്തക്ക നിലയിലേക്ക് ശാസ്ത്ര വളർച്ച നേടിയിരിക്കുന്നു. ഇന്ന് സദാം ഹുസൈനെതിരെ ഏറ്റവും വലിയ ആരോപണം ഉണ്ടായത് എന്താണ്? അമേരിക്ക പറഞ്ഞത് സദാം ഹുസൈൻ ഈസ് യൂസിങ് കെമിക്കൽ വെപ്പൺസ് ടു റിമൂവ് ദ ഹ്യൂമാനിറ്റി ഓർ റിമൂവ് ദ പീപ്പിൾ. അമേരിക്കക്കെതിരായി രാസായുധങ്ങൾ നിർമ്മിക്കാൻ കെമിക്കൽ വെപ്പൺ സദാം ഹുസൈൻ ഉണ്ടാക്കിയതാണ് സദാം ഹുസൈനെതിരെ അമേരിക്ക ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ ആരോപണം. അത് തെറ്റാണ് എന്ന് പിൽക്കാലത്ത് തെളിയിച്ചു. ഇപ്പം രാസായുധങ്ങളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും അവസാനം കൊറിയ ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കുന്നു. യുദ്ധം ഒരിക്കലും സമാധാനം ഉണ്ടാക്കുന്നതല്ല. നമുക്കറിയാം പാലസ്റ്റീനും ഇസ്രയേലും തമ്മിലുള്ള തർക്കം ഞാൻ അവിടെ ആ പ്രദേശത്ത് പോയിട്ടുള്ള ആളാണ്. വർഷങ്ങളായി നിൽക്കുന്ന തർക്കങ്ങളാണ്. അവിടെ ഉണ്ടാകുന്ന യുദ്ധം, ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ യുദ്ധം, ആ യുദ്ധമാണ് പാവപ്പെട്ട പാലസ്റ്റീനിലെ ജനതയെ ഏറ്റവും കൂടുതൽ സംഭീതരാക്കുന്നതും അവരുടെ ജീവിതം
വളരെയേറെ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഒരു വലിയ വലിയ രാജ്യം, ആ രാജ്യത്തിൻ്റെ സൈനിക ശക്തി പാലസ്തീനെ പോലെയുള്ള ചെറിയ ഒരു രാജ്യത്തിന് നേരെ പ്രയോഗിക്കുന്ന നമുക്കവിടെ കാണാൻ കഴിയും. നിരന്തരമായ യുദ്ധം. ആ യുദ്ധം വിതയ്ക്കുന്ന എന്താണ്? കുട്ടികളെയും സ്ത്രീകളെയും പോലും മാറ്റി നിർത്താതെ ഭീകരമായ യുദ്ധം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ യുദ്ധങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും നമ്മുടെ ലോകത്തില്ല. മാനവരാശിയിൽ ഒരിക്കലും നമുക്ക് യുദ്ധങ്ങൾ അംഗീകരിക്കാൻ സാധ്യമല്ല. യുദ്ധം ഒന്നിനും പരിഹാരമല്ല, സമാധാനം മാത്രമേ പരിഹാരമാകുന്നുള്ളൂ. എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? സമാധാനമാണ്. പ്രവാചകൻ എടുത്തുയർത്തിപ്പിടിക്കുന്ന വാക്യം എന്താണ്? സമാധാനമാണ്. ഇപ്പം സമാധാനത്തിലൂടെയുള്ള സഹവർത്തിത്വം അത് ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു വലിയ റോള് വഹിക്കേണ്ടതാണ് മാധ്യമങ്ങൾ. ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ എവിടെയെങ്കിലും കലാപമോ കുഴപ്പമുണ്ടായാൽ ഞങ്ങൾ ആദ്യം വിളിക്കുന്ന മാധ്യമങ്ങളെയാണ്. ഞങ്ങൾ അവരോട് പറയും, നിങ്ങൾ അവിടെ ഇനിയും ഈ തരം വാർത്ത കൊടുക്കാൻ പാടില്ല. കാരണം നിങ്ങൾ അങ്ങനെ ഒരു വാർത്ത കൊടുത്താൽ ആ വാർത്തയുടെ ഫലമായി മറ്റ് സ്ഥലങ്ങളിൽ കുഴപ്പമുണ്ടാകും. പ്രത്യേകിച്ച് എവിടെയെങ്കിലും വർഗീയ സംഘർഷം ഉണ്ടായാൽ ഞങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചു, നിങ്ങൾ വാർത്ത കൊടുക്കരുത്. വാർത്ത കൊടുത്താൽ പോലും ആ വാർത്ത പരിമിതപ്പെടുത്തിയേ കൊടുക്കാം. കാരണം അങ്ങനെ ഒരു വാർത്ത വന്നാൽ അതിൻ്റെ റിയാക്ഷൻ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ മാധ്യമങ്ങൾക്ക് അവിടെ ഒരു നിയന്ത്രണം അവർ സ്വയം ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല, അത് ശരിയുമല്ല. പക്ഷേ മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം ഇന്നത്തെ വളരുന്ന സമൂഹത്തിൽ ഏർപ്പെടുത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സ്വയം നിയന്ത്രണം. ഇപ്പം നമുക്കറിയാം, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നമ്മളെപ്പറ്റി വാർത്ത കൊടുത്താൽ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് എഴുതിയാൽ മതി. അവരെ വിളിക്കും, സംസാരിക്കും, അവർക്ക് കത്തെഴുതും, മറുപടി വാങ്ങിക്കും. അതൊരു സെൽഫ് കൺട്രോളിങ് മെക്കാനിസമാണ്. അതുപോലെ ദൃശ്യമാധ്യമങ്ങൾക്ക് ഒരു സംവിധാനം നിലവിലുണ്ട്, പക്ഷെ അത് ഫലപ്രദമാകുന്നില്ല. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയും അവരുടെ പ്രവർത്തനങ്ങളും പൂർണ്ണമായും തൃപ്തികരമായ നിലയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ആവശ്യം എന്താണ്? ഒരു ഭരണാധികാരിക്കും ഒരു ഭരണകൂടത്തിനും ഇന്ത്യയെ പോലെ ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങളെ കടിഞ്ഞാണിടാൻ സാധ്യമല്ല, കടിഞ്ഞാണിടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം പല കാര്യത്തിലും ചെലുത്തേണ്ടത് ഒരു സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും പുരോഗതിക്കും ഏറ്റവും ആവശ്യമാണ്. മാധ്യമങ്ങൾ വിചാരിച്ചാൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മാധ്യമങ്ങൾ വിചാരിച്ചാൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ആ കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഉന്നതമായ മാനദണ്ഡം വെച്ച് പുലർത്തുന്നുണ്ട്. സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും മാധ്യമങ്ങളിൽ കൊടുക്കുന്ന വാർത്തകൾ വളരെ സംയമനത്തോടെ തന്നെയാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത്. ഇപ്പം ലോകത്ത് തന്നെ ഞാൻ ലോക സാഹചര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ലോക സാഹചര്യങ്ങളിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ BBC നമ്മളത് കാണണം. BBC കണ്ടാൽ നമുക്കറിയാം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ BBC എങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യുന്നു. BBC റിപ്പോർട്ട് ലോകത്ത് നടക്കുന്ന ഈ ഞാൻ പറഞ്ഞ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം, സിറിയയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഈജിപ്തിലുണ്ടായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ലേറ്റസ്റ്റായി യമനിലുണ്ടായ പ്രശ്നങ്ങൾ, ഈ യുദ്ധങ്ങളും ഈ സംഘർഷങ്ങളും, ലെബനോനിലുണ്ടായ പ്രശ്നങ്ങൾ, മിഡിൽ ഈസ്റ്റിൽ മൊത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ അന്തർദേശീയ മാധ്യമങ്ങൾ അതിൽ കാണിക്കുന്ന ഒരു മര്യാദ അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു പക്വത അത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. നല്ല മാധ്യമ പ്രവർത്തകന്മാർ അവരെങ്ങനെ പെരുമാറുന്നു നമ്മൾ കാണണം. ഈ അടുത്ത സമയത്താണ് ലിബിയയിൽ ഒരു മാധ്യമ പ്രവർത്തകനെ തൂക്കിലേറ്റി. ലോകം മുഴുവൻ ഞെട്ടിയ ഒരു സംഭവമാണ്. ഒരിക്കലും പാടില്ലാത്ത സംഭവമായിരുന്നു. അപ്പം മാധ്യമ പ്രവർത്തകന്മാർ സമാധാന അന്തരീക്ഷ സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി പക്വമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ജനങ്ങൾ വായിക്കുന്ന മാധ്യമങ്ങളാകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും, പ്രശ്നങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയും, അവർ വേണമെങ്കിൽ കലാപങ്ങൾ കൂടുതൽ ആളിക്കത്തിക്കാൻ കഴിയും. അതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പം മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ആത്യന്തികമായി ജനങ്ങൾക്ക് കിട്ടുന്നത് സമാധാനമാകണം എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം.
ഇപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇന്ന് ഇന്ത്യയിൽ ദുഃഖകരമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. എല്ലാ മതങ്ങൾക്കും തുല്യമായ അവസരമാണുള്ളത്. സർവധർമ്മ സമഭാവ്, അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണുന്ന മനോഭാവമാണ് ഇന്ത്യ വർഷങ്ങളായി നിലനിർത്തി പോന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഭരിച്ചിട്ടുള്ള ആരും ഈ രാജ്യത്തെ അവരുടെ രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് എത്രയോ വർഷങ്ങളായി. ആ മുഗൾ രാജാക്കന്മാർക്ക് വേണമായിരുന്നെങ്കിൽ ഇന്ത്യയെ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഹിന്ദു വനിതകളെ വിവാഹം ചെയ്ത മഹാനായ അക്ബർ ഹിന്ദുക്കളെയും പാഴ്സികളെയും ബുദ്ധമതക്കാരെയും ക്രിസ്ത്യാനികളെയും ഒരുപോലെ കണ്ട ഇസ്ലാം രാജാക്കന്മാർ, മുസ്ലിം രാജാക്കന്മാർ, അവരുടെ മഹത്തായ പാരമ്പര്യമാണ് ഈ രാജ്യത്തിനുള്ളത്. അവർക്ക് വേണമായിരുന്നെങ്കിൽ ബാബറിനും അക്ബർക്കും ഔറംഗസേബിനും വേണമായിരുന്നെങ്കിൽ ഇന്ത്യയെ ഒരു ഇസ്ലാം രാഷ്ട്രമാക്കി മാറ്റാമായിരുന്നു. പക്ഷേ അവരാരും അത് ചെയ്തില്ല. അവരെല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന കൊടുത്തുകൊണ്ട് അവരെ കൂടി ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയ മഹത്തായ പാരമ്പര്യമാണ് ഈ ഭാരതത്തിനുള്ളത്. അവിടെയാണ് ഇപ്പോൾ ആ മഹത്തായ നൂറ്റാണ്ടുകളിലൂടെ സ്ഫുടം ചെയ്തെടുത്ത മതേതരത്വത്തിൻ്റെ മഹത്തായ മൂല്യങ്ങളെ ചവിട്ടി മെതിക്കുന്ന സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇവിടെ ഇന്ന് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്ന മറ്റുള്ളവരായി മാറുന്നു. ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? ഏത് വസ്ത്രം ധരിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കണം? എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് വേഷം ധരിക്കണമെന്നും ഏത് ഭക്ഷണം കഴിക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും തീരുമാനിക്കാൻ നമ്മൾ ഓരോരുത്തരുമല്ലേ? ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ഫ്രീഡം ഫോർ എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ. നമ്മുടെ വ്യക്തിപരമായ അധികാരമാണ് ഇതെല്ലാം. അവിടെയാണ് അതിനു നേരെ വെല്ലുവിളികൾ ഉയരുന്നു. ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നു എന്ന് കരുതി ആ ഭരണകൂടത്തിന് അവരുടെ ഇച്ഛകളും അവരുടെ തത്വങ്ങളും ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല. മതേതരത്വം എന്ന വാക്ക് ഇന്ത്യയുടെ ഭരണഘടനയിൽ എടുത്തു കളയണമെന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞാൽ അതിൽ പരം അപമാനകരമായ ആപൽക്കരമായ ഒരു പ്രസ്താവന പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയാണ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് അവർ ബൈബിൾ, ഖുറാൻ ആൻഡ് ഗീത. ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യക്കാരായ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപാവനമായിട്ടുള്ളത്. ഇന്ത്യയുടെ ഭരണഘടനയിൽ സെക്യുലറിസം എന്ന വാക്ക് എഴുതി ചേർത്തിട്ടുണ്ട്. മതേതര രാഷ്ട്രമായതുകൊണ്ടാണ് അത് എഴുതി ചേർത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ 14, 15, 30 ആർട്ടിക്കിൾ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 31, 2 തുടങ്ങിയ ആർട്ടിക്കിളിൽ ഭരണഘടനയിൽ എഴുതി ചേർത്തത് മൈനോറിറ്റി റൈറ്റ്സ് ആണ്. ഭൂരിപക്ഷം ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് മതന്യൂനപക്ഷത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കും ദേശീയ മുഖ്യധാരയിലേക്ക് കടന്നു വരാനും ഭൂരിപക്ഷത്തോടൊപ്പം ജീവിക്കാനും അവർക്ക് ചില പ്രത്യേക അധികാര അവകാശങ്ങൾ നൽകണമെന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടന എഴുതി ഉണ്ടാക്കിയപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രത്യേക താല്പര്യമെടുത്ത് എഴുതി ചേർത്ത ഒന്നാണ്. കാരണം സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ചില പ്രത്യേക അധികാര അവകാശങ്ങൾ നൽകണം. ഉദാഹരണമായി അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രത്യേക അവകാശം ആർട്ടിക്കിൾ 30. അങ്ങനെ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അധികാര അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ളത് നീക്കിക്കളയാൻ ആർക്ക് സാധ്യമല്ല, ആർക്കും അതിന് അധികാരമില്ല. ചില ആളുകൾ പറയുന്നു സംവരണം എടുത്തു കളയണം. നടക്കുന്ന കാര്യമാണോ? സംവരണം ഇന്ത്യൻ ഭരണഘടനയിലൂടെ നൽകിയിട്ടുള്ള ഒന്നാണ്. ഭരണഘടന അനുസരിച്ച് 50%, 50% മെറിറ്റും 50% സംവരണവുമാണ്. അങ്ങനെ അത് സംവരണം കൊടുക്കുന്ന എന്തിനാണ്? നൂറ്റാണ്ടുകളായി അടിമത്തം അനുഭവിച്ച വലിയൊരു ജനതയെ
സാമൂഹ്യമായി മുന്നോട്ട് കൊണ്ടുവരാനും പുരോഗതി പ്രാപിക്കുവാനും വേണ്ടി ഭരണഘടന നൽകിയ അവകാശമാണ്. ആ ഭരണഘടനാ അവകാശങ്ങളെ ചോദ്യം ചെയ്യാനും ആ ഭരണഘടനാ അവകാശങ്ങളെ ഇല്ലാതാക്കാനും ഈ രാജ്യത്ത് അസഹിഷ്ണുത ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഭരണകൂടങ്ങളെ ജനങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒന്നാണ്. ഇവിടെ എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ പറയാനുള്ള അധികാരമുണ്ട്. എല്ലാ മതവിശ്വാസിക്കും അവരുടെ മതവിശ്വാസം വെച്ച് പുലർത്താനുള്ള അവകാശമുണ്ട്. പക്ഷേ ആ മതവിശ്വാസം മറ്റൊരാളുടെ മതവിശ്വാസത്തെ എതിർക്കുന്ന ഒന്നാകാൻ പാടില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. നമ്മുടെ രാജ്യത്തെ മതേതര സംവിധാനത്തെ നിലനിർത്തുവാനും മറ്റുള്ളവന്റെ മതസ്വാതന്ത്ര്യത്തെ അപകടപ്പെടുത്താതെ എൻ്റെ മതസ്വാതന്ത്ര്യം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള മഹത്തായ സന്ദേശം ഈ നാടിൻ്റെ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ആരും പ്രവചിച്ചിട്ടുള്ളതല്ല, ആരും നമുക്ക് ഔദാര്യമായി തന്നതല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഏത് മതഗ്രന്ഥം എടുത്തു നോക്കുക, ആ മതഗ്രന്ഥങ്ങളിലെല്ലാം ഏത് മതഗ്രന്ഥം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യൻ്റെ സമാധാനപരമായ സഹവർത്തിത്വം തന്നെയാണ് ഈ മതങ്ങളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ദൗർഭാഗ്യവശാൽ ഇന്ന് കഴിഞ്ഞ 18 മാസമായി ഇന്ത്യയിൽ 350 വർഗീയ സംഘർഷങ്ങളുണ്ട്. സംഘട്ടനമെന്ന് ഞാൻ പറയുന്നില്ല, സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഈ നാട്ടിൽ വർഗീയ സംഘർഷങ്ങൾക്ക് വഴിമരുന്നിടുന്ന നടപടി അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഞാനതാണ് മുഗൾ രാജാക്കന്മാരുടെ ചരിത്രം പറഞ്ഞത്. അധികാരത്തിൽ വരുന്ന ആളുകൾ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഇന്ത്യയുടെ പൈതൃകമായി കിട്ടിയ മതേതരത്വത്തെയും മറ്റ് മഹത്തായ പാരമ്പര്യങ്ങളെയും വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ അത് ഇന്ത്യയുടെ മണ്ണിൽ നടക്കില്ല എന്ന തിരിച്ചറിവ് അവർക്കെല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അവരവരുടേതായ അവകാശങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ന് ആ അധികാരങ്ങൾക്കെതിരെയാണ്, അവകാശങ്ങൾക്കെതിരെയാണ് നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള കടന്നാക്രമണം ഉണ്ടാകുന്നത്. ആ കടന്നാക്രമണങ്ങളെ മാധ്യമങ്ങൾ ഗൗരവത്തോട് കാണണം. മാധ്യമങ്ങൾ ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഉറപ്പ് നൽകുന്നതാകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും മറ്റുള്ളവരുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ഉള്ള സഹാനുഭൂതിയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ജീവിതാവസ്ഥയുണ്ടാകണം. അതാണ് പൗരാണികമായ നമ്മളുടെ ശക്തി എന്ന് പറയുന്ന അതാണ്. നമ്മൾ എടുക്കുന്ന നിലപാടുകൾ അതാകണം. പ്രവാചകൻ എന്നും ത്യാഗത്തിൻ്റെ പ്രതിരൂപമായിരുന്നു. ത്യാഗം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ത്യജിക്കുക, സ്വന്തമായി ഒന്നുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ത്യാഗമാണ് ലോകത്തെമ്പാടും വാഴ്ത്തിയിട്ടുള്ളത്. ത്യാഗവും സ്നേഹവും, ഈ 2 വാക്കുകൾക്കാണ് ലോകത്തിലെ എല്ലാ മതങ്ങളിലും കൂടുതൽ സ്ഥാനമുള്ളത്. ത്യാഗം ചെയ്യാനുള്ള മനസ്സും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹൃദയവും, അതാണ് മതങ്ങളാണെങ്കിലും മതവിശ്വാസങ്ങളാണെങ്കിലും അതിനെല്ലാം ഏറ്റവും കൂടുതൽ ഉദ്ഘോഷിക്കപ്പെടുന്നത്. നിങ്ങൾ ഏത് മതം എടുത്തു നോക്കിയാലും നമുക്കവിടെ കാണാൻ കഴിയുന്നു. ജനനന്മയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ തൻ്റെ പ്രജകൾ സംശയം പറഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറായ ശ്രീരാമൻ ലോകം കണ്ട ഏറ്റവും വലിയ ഉത്തമ പുരുഷോത്തമനായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മകനെ ബലി കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലാതെ വന്ന പ്രവാചകനെ പറ്റി ലോകം ഇന്നും അതുകൊണ്ടാണ് വാഴ്ത്തുന്നത്. 2 കള്ളന്മാരുടെ നടുവിൽ മറ്റൊരു കള്ളനെ പോലെ അമ്പുകൾ നിറച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുദേവനെ ജനങ്ങൾ കാണുന്നത് ത്യാഗത്തിന്റെ പ്രതിരൂപമായിട്ടാണ്. മഹാരാജാവായി വാണ് രാജകൊട്ടാരത്തിൽ വസിച്ച് സർവവും ഉപേക്ഷിച്ച് ഒരു ഭിക്ഷുവായി പോയ ശ്രീബുദ്ധൻ ത്യാഗത്തിന്റെ പ്രതിരൂപമാണ്. പാവങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് സമാധാനത്തിന് വേണ്ടി പോയ ശ്രീബുദ്ധൻ ലോകത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രതീകമാണ്.
അറിവിന്റെ മകത്തര വഴി കാട്ടി ഇന്ന് അതിശയ സമസ്തയും ശ്രുതി മീട്ടി. അലയടിച്ചുയരുന്ന സാഗരമിൽ എന്നും മലയൊലി തീർത്ത സമസ്ത ഇതാ. അറിവിന്റെ മകത്തര വഴി കാട്ടി ഇന്ന് അതിശയ സമസ്തയും ശ്രുതി മീട്ടി. അലയടിച്ചുയരുന്ന സാഗരമിൽ എന്നും മലയൊലി തീർത്ത സമസ്ത ഇതാ. കണ്ണിയത്തിൻ തിരുതാരാട്ടിൽ കുതികുതിച്ചുയർന്നുള്ള സമസ്ത ഇതാ. കർമ്മപദത്തിൻ തേരതിലായി എന്നും കാതങ്ങൾ താണ്ടിയ സംഗമിതാ. കണ്ണിയത്തിൻ തിരുതാരാട്ടിൽ കുതികുതിച്ചുയർന്നുള്ള സമസ്ത ഇതാ. കർമ്മപദത്തിൻ തേരതിലായി എന്നും കാതങ്ങൾ താണ്ടിയ സംഗമിതാ. മഹാമക പണ്ഡിതർ മാതൃക കാട്ടി മലരുവിരിയിച്ച സമസ്ത ഇതാ. മഹാമക പണ്ഡിതർ മാതൃക കാട്ടി മലരുവിരിയിച്ച സമസ്ത ഇതാ. അറിവിന്റെ മകത്തര വഴി കാട്ടി ഇന്ന് അതിശയ സമസ്തയും ശ്രുതി മീട്ടി. അലയടിച്ചുയരുന്ന സാഗരമിൽ എന്നും മലയൊലി തീർത്ത സമസ്ത ഇതാ. ഗുരുവര്യ ത്യാഗവും സ്നേഹത്തിലും അധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുക്കാനാണ് എല്ലാ മതഗ്രന്ഥങ്ങളും മതവിശ്വാസങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകം നിലനിൽക്കേണ്ടത് സ്നേഹത്തിലും ത്യാഗത്തിലുമാണ്. ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ലോകത്ത് പഴയ രീതിയിലുള്ള യുദ്ധങ്ങളല്ല ഇപ്പം നടക്കുന്നത്. ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ഒഴിച്ചാൽ മറ്റു ലോകത്ത് ഒരു യുദ്ധം നടക്കുകയാണ്, നമ്മൾ കാണുന്നില്ല. മറ്റു തരത്തിലുള്ള യുദ്ധങ്ങളാണ് ഇപ്പം നടക്കുന്ന. യുദ്ധം എന്താണ്? ഇപ്പം നടക്കുന്ന യുദ്ധം മാർക്കറ്റിന് വേണ്ടിയുള്ള യുദ്ധമാണ്. പണ്ട് ലോകത്ത് രണ്ട് ചേരി ഉണ്ടായിരുന്നു. അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഒരു ചേരി, സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ചേരി. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി, പക്ഷെ അമേരിക്ക നിലനിൽക്കുന്നു, റഷ്യ നിലനിൽക്കുന്നു. ഇപ്പോൾ ഓയിൽ പ്രൈസ് കുറയുന്നതിൻ്റെ പിന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. ഓയിൽ പ്രൈസ് കുറയുന്നതിൻ്റെ രാഷ്ട്രീയം അമേരിക്ക, റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ശീതസമരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഓയിൽ പ്രൈസ് കുറയാനുള്ള പ്രധാന കാരണം. ലോകത്ത് നിന്ന് നടക്കുന്ന ഏറ്റവും വലിയ സൂപ്രമസിക്ക് വേണ്ടി നടത്തുന്നത് ലോകത്തെ വിഭവങ്ങൾ വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. വിഭവങ്ങൾ കൈയടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പണ്ട് രാജ്യങ്ങളെ കീഴടക്കിയിരുന്നു, ഇന്നതില്ല. ഇന്ന് മാർക്കറ്റിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അമേരിക്ക നടത്തുന്ന എന്താണ്? ലോകത്ത് ഉള്ള തങ്ങളുടെ അധീശത്വം നിലനിർത്താൻ വേണ്ടി അവർ ഡോളറിൻ്റെ വില, അല്ലെ ഡോളറെ ആർട്ടിഫിഷ്യലായി ഡോളർ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. അതിൻ്റെ ഫലമായി ചൈനയുടെ യുവാൻ, അവരുടെ കറൻസിയുടെ വില കുറയുന്നു, തമ്മിൽ തർക്കമുണ്ടാകുന്നു. സോവിയറ്റ് യൂണിയൻ ഇല്ലെങ്കിൽ റഷ്യ. ഇന്ന് പുടിൻ ലോകത്തെ ഏറ്റവും വലിയ നേതാവായി മാറാൻ ശ്രമിക്കുകയാണ്. ചേച്ചനിയയിൽ ഉണ്ടാകുന്ന അവരുടെ കയ്യിലുള്ള ഓയിൽ നിക്ഷേപങ്ങൾ അവർ കൂടുതലായി ഉയർത്തിക്കൊണ്ട് ഒപെക് രാജ്യങ്ങളിലെ, അറബ് രാജ്യങ്ങളിലെ എണ്ണയുടെ വില നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അമേരിക്ക ആർട്ടിഫിഷ്യലായി ഷെൽ വാതകങ്ങൾ കണ്ടെത്തുകയും ആർട്ടിഫിഷ്യലായി എണ്ണ ഉണ്ടാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ഒരു മത്സരത്തിൻ്റെ ഫലമായിട്ടാണ് എണ്ണയുടെ വില കുറയുന്നത്. അതൊരു വലിയ സബ്ജക്റ്റാണ്. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. അടുത്ത തവണ ജാമ്യയിൽ എന്നെ നല്ല വേറൊരു സബ്ജക്റ്റ് വെച്ചിട്ട് വന്നാൽ, ഈ സബ്ജക്റ്റ് വല്ലാത്ത സബ്ജക്റ്റാണ്, ഞാൻ കുറച്ചുകൂടി നല്ല ദീർഘമായി പ്രസംഗിക്കാം എന്ന് ഞാൻ തങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്ത് കാണുന്നത് യുദ്ധങ്ങൾ വേറൊരു രീതിയിലാണ്. മാർക്കറ്റ് പിടിക്കുക. ഇപ്പം ലോകത്തെ എല്ലാവരുടെയും ഡെസ്റ്റിനേഷൻ ഏതാണെന്നറിയാമോ? ആഫ്രിക്കയാണ്. ഒരു കാലത്ത് ആളുകൾ പോയിരുന്നത് പെനാങ്കിലേക്ക്, ശ്രീലങ്കയിലേക്ക്, മലേഷ്യയിലേക്കായിരുന്നു പ്രവാസികൾ. അത് കഴിഞ്ഞപ്പോൾ ആളുകൾ യൂറോപ്പിലേക്കും അമേരിക്കയിലെ നഴ്സായിട്ടും മറ്റായിട്ടും പോയി. കുറേ കഴിഞ്ഞ് 1970-കളിൽ എണ്ണ കണ്ടെത്തിയപ്പോൾ നമ്മളെല്ലാവരും മിഡിൽ ഈസ്റ്റിലേക്ക് പോയി, അറബ് രാജ്യങ്ങളിലേക്ക് പോയി. ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ അത് കുറഞ്ഞു വരുമ്പോൾ ആളുകളുടെ എല്ലാം കണ്ണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലേക്കാണ്.
ഏറ്റവും കൂടുതൽ പ്രകൃതി വിഭവങ്ങളുള്ള ഗ്യാസ്, കോൾ, ഗോൾഡ് ഉൾപ്പെടെയുള്ള എല്ലാ ധാതുക്കളുമുള്ള കണ്ടുപിടിക്കപ്പെടാത്ത ഇരുളടഞ്ഞ സാമ്രാജ്യമായ ആഫ്രിക്കയിലേക്കാണ് ഇപ്പോൾ എല്ലാവരുടെയും ഡെസ്റ്റിനേഷൻ. മാർക്കറ്റ് പിടിക്കാനുള്ള മത്സരമാണ്. ഇപ്പം യുദ്ധമില്ല, പക്ഷേ മാർക്കറ്റ് പിടിക്കാനുള്ള മത്സരത്തിനിടയിൽ മാർക്കറ്റിൻ്റെ അധീശത്വം ഉണ്ടാക്കാനാണ് ഇന്ന് എല്ലാവരും ശ്രമിക്കുന്നത്. ചൈന ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മാർക്കറ്റ് പിടിക്കാനാണ്. അവിടെയാണ് അമേരിക്ക അവരുടെ അതിനെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ജപ്പാൻ, ഇന്ത്യ ആൻഡ് ചൈന, ഈ 3 രാജ്യങ്ങൾക്കാണ് ഭാവി ഉള്ളതും പ്രതീക്ഷയുള്ളതും. ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയുള്ള രാജ്യമാണ്. കാരണം നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്, നമ്മുടെ മാനവ വിഭവശേഷിയാണ്. അത് വലിയ കരുത്താണ്. ജപ്പാനേക്കാൾ നമ്മൾ മുമ്പിൽ നിൽക്കുന്ന കാര്യം എന്താണ്? ജപ്പാൻ ഏജിങ് പോപ്പുലേഷനാണ്, പ്രായം കൂടുതലുള്ള ജനങ്ങളാണ് കൂടുതൽ. ചൈനയും ഇന്ത്യയും യങ് പോപ്പുലേഷനാണ്, ചെറുപ്പക്കാരാണ് കൂടുതൽ. അതുകൊണ്ട് ഭാവി ഇന്ത്യയുടേതാണ്. പക്ഷെ ഇന്ത്യ ഇന്ന് നമ്മുടെ മഹത്തായ ഈത്തോസ്, മഹത്തായ പാരമ്പര്യങ്ങൾ, മഹത്തായ സാംസ്കാരിക പശ്ചാത്തലം നിലനിർത്തിക്കൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സൗഹാർദ്ദതയോടുകൂടി മുന്നോട്ട് പോയാൽ ഈ നൂറ്റാണ്ടിൽ വളരാൻ പോകുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം പൊട്ടൻഷ്യൽ നമുക്കുണ്ട്, അത്രമാത്രം കഴിവുകൾ നമ്മുടെ രാജ്യത്തിനുണ്ട്. ആ കഴിവുകളെ ഫലപ്രദമായി വിനിയോഗിക്കണമെങ്കിൽ മാധ്യമങ്ങൾക്കൊരു പങ്കുണ്ട്. സമാധാനപരമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാകണം. അതിലൂടെ വളർച്ച പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. മതങ്ങൾ എന്തിനു വേണ്ടിയാണ്? മതം ഒരിക്കലും മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല. മതം മനുഷ്യനെ നവീകരിക്കാൻ വേണ്ടിയാണ്. മതം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനാണ്. മതം മനുഷ്യനെ നല്ലവനാക്കി വളർത്തിയെടുക്കാനും സാഹോദര്യവും സമാധാനവും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒന്നാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകണം. അതിനകത്ത് മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ആ മാധ്യമങ്ങളുടെ പങ്ക് നിറവേറ്റണം. ആധുനിക കാലഘട്ടത്തിൽ പ്രിൻ്റ് മാധ്യമങ്ങളോടൊപ്പം സോഷ്യൽ മീഡിയയും, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വാർത്തകൾ, പക്ഷെ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ 2 വകുപ്പുകളാണ് ഉണ്ടായത്. 2 സുപ്രീം കോടതി എടുത്തു കളഞ്ഞു. 61A and B. അനാവശ്യമായി ഇപ്പോൾ ഒരാളിനെ പറ്റി എന്നെപ്പറ്റി വളരെ മോശമായി സോഷ്യൽ മീഡിയയിൽ ഒരാളെടുത്താൽ അന്ന് കേസെടുക്കാമായിരുന്നു. കേരള പോലീസ് ആക്ടിലെ ചില വകുപ്പുകൾ, ഇത് 2 സുപ്രീം കോടതി എടുത്ത് കളഞ്ഞിട്ട് പറഞ്ഞു എല്ലാവർക്കും അവന് മൗലിക സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഇത് എടുത്തു കളയുന്നു എന്ന് പറഞ്ഞു. ഇപ്പം പോലീസിന് കേസെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ എന്നാൽ പോലും ആളുകളെ അപമാനിക്കുന്നത് വന്നാൽ ഞങ്ങൾ വേറെ ചില വകുപ്പുകൾ ഉപയോഗിച്ച് IPCയിലും CRPCയിലുള്ള വകുപ്പ് അനുസരിച്ച് കേസെടുക്കുന്നുണ്ട്. അപ്പം മാധ്യമങ്ങൾ, അത് സോഷ്യൽ മീഡിയ ആണെങ്കിലും പ്രിൻ്റ് മീഡിയ ആണെങ്കിലും ദൃശ്യമാധ്യമമാണെങ്കിലും സമൂഹത്തിൽ ഗുണകരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അതുമാത്രമേ ജനങ്ങൾക്ക് ഉത്കർഷമുണ്ടാക്കൂ, ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാക്കൂ, നാട്ടിൽ സമാധാനമുണ്ടാക്കൂ. ആ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് മാധ്യമങ്ങളാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വലിയ റോള് വഹിക്കുന്നവരാണ്. അവരുടെ പ്രവർത്തനങ്ങളെ ഞാൻ ചെറുതായി കാണുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ്. അവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. ഈ ജാമ്യയിൽ എന്നെ ക്ഷണിച്ചത് ഈ ചടങ്ങിൽ ക്ഷണിച്ച അഭിവന്ദനായ പണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് ശ്രീ ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന് സന്തോഷപൂർവ്വം പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വീകാര്യതയുള്ള തങ്ങന്മാരാണ് പണക്കാട് തങ്ങന്മാർ. ഏത് കാലത്തും ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ, ഈ രാജ്യത്തെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി പല ആളുകൾ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശിഹാബ് തങ്ങളുടെ ഒരു പ്രസ്താവന കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തി എന്നുള്ളത് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ്. മഹത്തായ പാരമ്പര്യമാണ്. ആ മഹത്തായ പാരമ്പര്യമാണ് പാണക്കാട് തങ്ങന്മാർ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. എല്ലാ മതവിശ്വാസികൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഉന്നതമായ ആത്മീയ പരിവേഷത്തോടുകൂടി
ആത്മീയതയോടുകൂടി കേരളീയ സമൂഹത്തിൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാണ് പാണക്കാട് തങ്ങന്മാർ എന്നത് അഭിമാനപൂർവ്വം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ മഹനീയമായ സ്ഥാനം കേരള സമൂഹം ഇവർക്ക് കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇന്നും ഇന്നലെയുമല്ല, വർഷങ്ങളായി കേരളത്തിലും ഇന്ത്യയിലും അത് കൽപ്പിച്ചു തന്നിട്ടുള്ള ഒന്നാണ്. ഈ ജാമിയയുടെ പ്രവർത്തനങ്ങൾ മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മഹത്തായ വിശുദ്ധമായ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതാണ് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കേരളീയ സമൂഹത്തിൽ മതസൗഹാർദ്ദം നിലനിർത്താനും ജനങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രീ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകന്മാരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ മഹനീയമാണ്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അത് ഞാൻ എടുത്തു പറയട്ടെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിൽ മതേതരത്വം നിലനിർത്തുന്ന കാര്യത്തിൽ വഹിക്കുന്ന പങ്ക് വളരെ മഹനീയമാണ്. മഹനീയമായൊരു ചരിത്രമാണ് അതിനുള്ളത്. അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. എല്ലാ ജനങ്ങൾക്കും അതിൻ്റെതായ ഒരു ആശ്വാസം, ഒരു പ്രതീക്ഷ തീർച്ചയായും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും അദ്ദേഹത്തിൻ്റെ തങ്ങൾ പരമ്പരയെ പറ്റിയും ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ എടുത്തു പറയുന്നു. ഈ ജാമിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അലിക്കുട്ടി മുസ്ലിയാർ അടക്കമുള്ള മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ ഈ ജാമിയയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജാജ്വല്യമാനമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് മാധ്യമങ്ങളിലൂടെ സമാധാനവും സമാധാനങ്ങളിലൂടെ ഐശ്വര്യപൂർണമായ ഒരു ലോകവും കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ആ ചാറെടുത്തപ്പോൾ ഞാനിപ്പോൾ 2 വർഷമായി ഏറ്റെടുത്തൊരു പരിപാടിയുണ്ട്, ഓപ്പറേഷൻ കുബേര. അതിനെന്നെ പ്രേരിപ്പിച്ചത് പ്രവാചകൻ 7 കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പലിശ വാങ്ങരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു. ആ ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഓപ്പറേഷൻ കുബേര കേരളത്തിൽ ആരംഭിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ഇന്ന് കേരളത്തിൽ ഏറ്റവും സക്സസ്ഫുള്ളായി കൊള്ളപ്പലിശ വാങ്ങുന്ന ആളുകളില്ലാത്ത ഒരു നാടായി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് പ്രവാചകൻ്റെ അനുഗ്രഹത്തോടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെന്നെ പ്രാപ്തമാക്കിയ സർവശക്തനായ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ്. Thanks to Mr. Ramesh Chenitala, Honorable Home Minister of Kerala, for participating our glorious function of Jamia Nuria Arabiya 53rd anniversary and 51st convocation ceremony. Thanks, lot of thanks. ഐലാൻ കുർദിമാരുടെ കഥന ചിത്രങ്ങൾ ലോകമനസാക്ഷിയെ വേദനിപ്പിച്ച സമകാലിക പലായനങ്ങൾക്ക് മുമ്പിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക പലായന ചരിത്രത്തെ തുലനം ചെയ്ത് ഹിജ്റ സെഷൻ ആരംഭിക്കുകയാണ്. സ്വാഗത ഭാഷണത്തിന് വേണ്ടി നൂറുൽ ഉലമയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി നൗഫൽ ചെറിയാപറമ്പിനെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയരായ ബഹുമാനപ്പെട്ട ശ്രേഷ്ഠ വ്യക്തിത്വം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുടെ, ഏറ്റവും ബഹുമാനം നിറഞ്ഞ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാർ അവരുടെ, ബഹുമാനപ്പെട്ട ജാമിഅ നൂരിയയുടെ പ്രൊഫസർ അലിക്കുട്ടി ഉസ്താദ് അവരുടെ, വേദിയിൽ സന്നിഹിതരായ പണ്ഡിത വ്യക്തിത്വങ്ങളെ, ഉസ്താദുമാരെ, നിയമസഭാ സാമാജികന്മാരെ, മറ്റു പ്രാസ്ഥാനിക ബന്ധുക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ജാമിഅ നൂരിയയുടെ വാർഷിക സമ്മേളനത്തിലെ ഏറ്റവും ശ്രദ്ധേയവും പഠനാർഹവുമായ ഒരു സെഷനിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയായ ഹിജ്റ ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. ഹിജ്റയുടെ സമകാലിക വായനയും അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ വർത്തമാനവും അതിൻ്റെ ചരിത്രബോധവും ഒന്നും ഈ സമയത്തിൻ്റെ അപര്യാപ്തത മൂലം ഞാൻ ഒന്നും അതിലേക്ക് കടക്കുന്നില്ല. കേവലം എൻ്റെ കർത്തവ്യത്തിലേക്ക് മാത്രം കടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 2015 കഴിഞ്ഞു പോയപ്പോൾ ഡിസംബർ 31 പത്രമാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്
2015 പാലായനത്തിൻ്റെ വർഷം എന്ന ഹെഡിങ്ങിനായിരുന്നു എല്ലാവരും റിപ്പോർട്ട് ചെയ്തത്. സിറിയയിലും ഫലസ്തീനിലും ജമ്മു കാശ്മീർ പോലെയുള്ള പല പ്രദേശങ്ങളിലും പാലായനത്തിൻ്റെ ഒരുപാട് കഥകൾ പറയാനുള്ളൊരു വർഷമായിരുന്നു 2015 നമുക്ക് സമ്മാനിച്ചു തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹിജ്റയുടെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തെ കിറാമും ആദർശ സംരക്ഷണത്തിന് വേണ്ടിയും ദീനീ പ്രബോധനത്തിന് വേണ്ടിയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിൻ്റെയും സ്മരണകൾ ഉണർത്തുന്ന ഈ സെഷനിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നാണ്. ഈ മഹത്തായ സെഷനിൽ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വളരെ ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുഞ്ഞി സാഹിബ് അവർകളാണ്. ബഹുമാനപ്പെട്ടവരെ സാദരം ഈ വേദിയിലേക്ക് അധ്യക്ഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സെഷനിൽ പ്രസിഡിയം നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട ബഹുവന്യരായ നിയമസഭാ സാമാജികൻ അഡ്വക്കേറ്റ് എം ഉമർ MLA സാഹിബിനെയും ബഹുമാനപ്പെട്ട TK പരീക്കുട്ടി ഹാജി, മുഹമ്മദ് അലി ഷിഹാബ് വൈസി കുമണ്ണ, സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ, വി മൊയ്മൻ ഹാജി, നാട്ടിക മുഹമ്മദ് അലി സാഹിബ് തുടങ്ങിയവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ സംഗമത്തിൽ പ്രൗഢഗംഭീരമായ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന മുഹാജിറുകൾ മദീനയുടെ മാതൃക എന്ന വിഷയത്തിൽ വിഷയം അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ വൈസി വല്ലപ്പുഴ അവർകളെയും ഏറ്റവും ബഹുമാനം നിറഞ്ഞ SKSFിൻ്റെ സംസ്ഥാന ട്രഷറർ ബഹുമാനപ്പെട്ട ബഷീർ ബഷീർ ദേശമംഗലം ഉടമ്പടികൾ പ്രവാചകനിലെ നേതൃത്വം നിറഞ്ഞ വിഷയത്തിൽ അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ സംഗമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയാവതരണം ബഹുമാനപ്പെട്ട പണ്ഡിത വ്യക്തിത്വം ഖുർആൻ പണ്ഡിതൻ ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമി മുത്തടത്തിൻ്റെ പാലായനം ഒരു സമകാലിക വായന എന്ന LCD ക്ലിപ്പിംഗ് സഹിതമുള്ള ഒരു വിഷയാവതരണം നടക്കുന്നു. അതിലേക്കും ബഹുമാനപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും പണ്ഡിതന്മാരെയും സ്വാഗതം ചെയ്യുന്നു. അതിലുപരി ഈ വേദിയിൽ സന്നിഹിതരായ ബഹുമാനപ്പെട്ട P. ഉബൈദുള്ള MLA, അതുപോലെ തന്നെ മറ്റു എല്ലാ പണ്ഡിത വ്യക്തിത്വങ്ങളെയും നേതാക്കന്മാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ ഈ സെഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ വേദിയിൽ നൂറുൽ ഉലമ സംഘടിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ 10 ടീമുകളെ മാറ്റിയെടുക്കുന്ന ബുർദ മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. ആ മത്സരം കണ്ടതിന് ശേഷം പ്രിയപ്പെട്ട എൻ്റെ മാന്യ സഹോദരങ്ങളെ പിരിഞ്ഞു പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ സ്വാഗത ഭാഷണം നടത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഘാടനത്തിന് വേണ്ടി അജയ്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞി സാറിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ തങ്ങളവറുകളെ, വേദിയിലുള്ള പ്രസീഡിയത്തിലുള്ള ബഹുമാന്യനായ എൻ്റെ സഹപ്രവർത്തകനും പ്രഗത്ഭനായ MLAയുമായ അഡ്വക്കേറ്റ് M. ഉമർ, നമ്മുടെ ബഹുമാന്യനായ MLA ഉബൈദുള്ള സാഹിബ്, TK പരീക്കുട്ടി ഹാജി, മുഹമ്മദ് അലി ഷിഹാബ് ഫൈസി, സയ്യിദ് ഫഖറുദ്ദീൻ ഹസനി തങ്ങൾ, ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി, മൊയ്തീൻ മുസ്ലിയാർ പുറങ്ങ്, ഇവിടെ വേദിയിലുള്ള ബഹുമാന്യനായ പ്രൊഫസർ അലിക്കുട്ടി മുസ്ലിയാർ, പൈസി ഉസ്താദ്, മറ്റ് വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിലുള്ള പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ഒരു പണ്ഡിത വിഷയമാണ് ഹിജ്റ എന്നുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ചരിത്രം തന്നെ, ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്ത ഒരു മഹാസംഭവമാണ് മുത്തുനബി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത്. അതൊരു പുതിയ യുഗത്തിൻ്റെ ആരംഭമായി എന്നത് അതിനുള്ളൊരു നിമിത്തമാണെങ്കിലും ആ സംഭവമാണ് ലോകത്തിൻ്റെ മതപരമായ സംഗതികളിൽ മാത്രമല്ല, രാഷ്ട്രീയമായും ഭരണപരമായും സാമൂഹ്യമായും സാമ്പത്തികമായും ഇപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിച്ചു പോയ നമ്മുടെ പ്രിയങ്കരനായ പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭരണപരമായ ഒരു പരിഷ്കാരം നടപ്പിലാക്കിയത് മുത്തുനബി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഒരു പ്രധാനപ്പെട്ട ഒരു നിലപാട്, അതേപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത ഒരു പ്രധാന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ലോകമെമ്പാടും പരിശോധിച്ചാൽ ഹിജ്റ എന്നത് ലോകത്തിൻ്റെ ഗതിവിഗതികൾ മാറ്റിമറിച്ച സംഭവമാണ്. ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചില്ല. പക്ഷേ ഇസ്ലാം മതത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ ഗുണഗണങ്ങൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള വലിയ സമൂഹം മുന്നോട്ട് വന്നു. ഹിജ്റ അതിനൊരു കാരണമായി, ഒരു നിമിത്തമായി മാറുകയായിരുന്നു. നമുക്കറിയാം, ഹിജ്റ പോകാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണ് മുത്തുനബി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് അതുകൊണ്ട് മാത്രമാണ്. അങ്ങനൊരു കൽപ്പന വന്നത് തന്നെ ഇസ്ലാം മത പ്രബോധനം ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ ഈ ഗതിവിഗതികൾ, മതപരമായ അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും മൗലികമായ ഒരു മാറ്റത്തിന് വേണ്ടി തുടക്കം കുറിക്കാൻ റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹിജ്റ പോകാൻ അള്ളാഹു കൽപ്പിച്ചത്. ആ ഹിജ്റ ഒരു പുതിയ വർഷമായി ഇന്ന് ഹിജ്റ വർഷം കണക്കാക്കിയാണ്. ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഏത് കോണിൽ ചെന്നാലും കലണ്ടറുകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ഹിജ്റയ്ക്കൊരു കോളമുണ്ട്. അത് യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലാണെങ്കിലും, ഇന്ത്യയിലെ കാര്യം മാത്രമല്ല, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, അറബികളും മുസ്ലിങ്ങളും ഉള്ള രാജ്യത്ത് മാത്രമല്ല, ലോകത്തെവിടെ ചെന്നാലും കലണ്ടറിൽ ഹിജ്റയ്ക്കൊരു വലിയ സ്ഥാനമുണ്ട്. ഹിജ്റ ലോകത്തിൻ്റെ ഗതിവിഗതികൾ മാറ്റിമറിച്ച ഒരു മഹാസംഭവമാണ്, ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭമാണ്. ആ യുഗസൃഷ്ടിയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ കൂടിയിരുന്ന് ഈ സംഗമം നടത്തുന്നതിനും പരസ്പരം സ്നേഹിക്കുന്നതിനും ഒക്കെ ഇടയായ നിമിത്തമായ കാരണം ആ പുതിയ യുഗപ്രവിയാണ്. ആ യുഗപ്രവി നമ്മൾ ശക്തമായി അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന അന്തസ്സത്ത പരിപൂർണമായി പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം അള്ളാഹുവിൻ്റെ നാമത്തിൽ നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസയ്ക്ക് വേണ്ടി ബഹുമാന്യരായ ഉമർ MLA അവരുകളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുകളെ, ഈ സെഷൻ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് അവരുകളെ, വേദിയിലുള്ള ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അവരുകളെ, ബഹുമാന്യനായ സഹപ്രവർത്തകൻ ഉബൈദുള്ള സാഹിബ് MLA, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പ്രഗത്ഭ പണ്ഡിതന്മാർ എനിക്ക് ശേഷം ഇവിടെ പ്രസംഗിക്കാനിരിക്കുകയാണ്. ദീർഘിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഹിജ്റയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പരാമർശിക്കുകയുണ്ടായി. ഹിജ്റ എന്നത് ഭാഷാർത്ഥത്തിൽ പലായനമാണ് എന്നുണ്ടെങ്കിലും ഹിജ്റ മഹത്തായ ഒരാദർശത്തിൻ്റെ യാത്രയാണ്. കേവലമായി ജീവിത സന്ധാനത്തിന് വേണ്ടി, അതല്ലെങ്കിൽ കേവലം സ്വന്തം കാര്യം നടത്തുന്നതിന് വേണ്ടി അപകടമുണ്ടായപ്പോൾ കച്ചവടാവശ്യാർത്ഥമോ ഒന്നും തന്നെ മറ്റു രാജ്യത്തേക്ക് പലായനം ചെയ്യുകയല്ല ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രവർത്തനത്തിന്, പ്രബോധനത്തിന് മക്കായിലെ മുശ്രിക്കുകളിൽ നിന്ന് അതിക്രൂരമായ
മർദ്ദനങ്ങൾ അഴിച്ചു വിട്ടപ്പോൾ ദീന് നിലനിർത്തുന്നതിന് വേണ്ടി, ദീനീ പ്രബോധനത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങ് മദീനയിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹചരന്മാരൊത്ത് യാത്രയാവുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ മറ്റ് വർഷങ്ങൾ കണക്കാക്കപ്പെടുന്നത് പോലെ ക്രിസ്താബ്ദം എന്ന് കണക്കാക്കപ്പെടുന്നത് യേശുവിൻ്റെ ജനനത്തെയാണ് എന്നാണ് ചിലരും കണക്കാക്കപ്പെടുന്നത് എങ്കിൽ ഇവിടെ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിനെയോ അതല്ലെങ്കിൽ മരണത്തെയോ ഒന്നുമല്ല സൂചിപ്പിക്കാതെ ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ മാറ്റത്തിനിടയാക്കിയ, ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന് വലിയ മാറ്റത്തിനിടയാക്കിയ ആ ഹിജറയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഹിജറ വർഷം ആരംഭിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി നിലനിൽക്കുക. അപ്പോൾ എത്രമാത്രം ആ യാത്രക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. മറ്റുള്ള പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ഇസ്ലാമിൽ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും തന്നെ വർഷാരംഭത്തിന് കണക്കാക്കപ്പെടാതെ ഈ ഹിജറയെ മാത്രം കണക്കാക്കപ്പെടുവാനുണ്ടായിട്ടുള്ള കാരണം അത്രമാത്രം ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവ ബഹുലമായ ഒരു ഏട് ചുന്നിച്ചേർക്കുവാൻ ആ യാത്ര കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വന്തം ആളുകളിൽ നിന്ന് വളരെ സഹായിക്കാൻ അർഹതയും അവകാശവുമുള്ള ആളുകളിൽ നിന്ന് അതൊക്കെ തന്നെ ഒന്നുകുരുക്കും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അതിക്രൂരമായ മർദ്ദനങ്ങൾ ഉണ്ടായപ്പോൾ അങ്ങ് മദീനയിലേക്ക് യാത്ര പോവുകയും മദീനയിൽ ചെന്ന് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ മദീന പട്ടണത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു എന്ന് നമുക്ക് കാണിക്കുക. മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ള മദീന നിവാസികൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ അനുചരന്മാരെയും എല്ലാവിധ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് സ്വീകരിക്കുകയും അവരുടെ സ്വന്തം സഹോദരന്മാരെ പോലെ പരിഗണിക്കുകയും ദീനീ പ്രബോധനത്തിന് വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൊടുക്കുകയും ചെയ്തു എന്നുള്ളത്. അതുപോലെ തന്നെ കൂടെ യാത്രയായ ആളുകളെ മുഹാജിറുകളെന്നും സഹായം ചെയ്ത ആളുകളെ അൻസാറുകളെന്നും സഹായികളെന്നും അങ്ങനെ പരസ്പരം സഹായിക്കുന്ന ഒരു പുതിയ സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന മഹത്തായ ഒരു ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുവാനും കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്ത് സ്വന്തം നാടും കുടുംബവുമൊക്കെ ഉപേക്ഷിച്ചു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചെന്ന സഹോദരന്മാർക്ക് അവരുടെ കൃഷിയിടങ്ങളിലെ ഭൂമിയും അതോടൊപ്പം തന്നെ അവരുടെ മറ്റുള്ള സൗകര്യങ്ങളും ഒക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ട് സ്വന്തം സഹോദരന്മാരെ പോലെ പരിഗണിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു പുതിയ സംസ്കാരത്തിന് ഉദയം ചെയ്യുവാൻ മക്കാപട്ടണം സാക്ഷ്യമായി എന്നുള്ളത് ഈ ഹിജറയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുകയാണ്. അതിനുശേഷം സമ്പൂർണമായ അർത്ഥത്തിൽ തന്നെ ഒരു ഇസ്ലാമിക രാഷ്ട്രം പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ കെട്ടിപ്പടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു എന്നുള്ളതും തന്നെ നമുക്ക് മാതൃകയായി നിലനിൽക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനും ലോകത്തിന് മുഴുവൻ മാതൃകയായി പ്രവർത്തിക്കുവാനും അങ്ങനെ ഇസ്ലാമിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവാഹകന്മാരെ അയക്കുവാനും ഇസ്ലാമിലേക്ക് ശക്തി പ്രാപിക്കുവാനും ഒക്കെ തന്നെ കഴിഞ്ഞത് ഈ ഹിജറയ്ക്ക് ശേഷമുണ്ടായ മദീന താമസകാലത്താണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ഇത്രമാത്രം സംഭവ ബഹുലമായ ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഹിജറ അത്രമാത്രം സംഭവ ബഹുലമായ ഒരു സംഗതി ആയതുകൊണ്ട് മാത്രമാണ് ഹിജറ വർഷം തന്നെ ആരംഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി തരുവാൻ വേണ്ടി കഴിയുകയാണ്. അപ്പോൾ ഹിജറയുടെ മഹത്തായ സന്ദേശം പരിശുദ്ധ ദീനിനെ ലോകങ്ങളിലേക്ക് ലോകരാജ്യങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം ദിഗന്ധങ്ങളിൽ മുഴക്കുവാൻ ഹേതുവായി തീർന്നത് ഹിജറ കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാണുകയാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നീണ്ട വർഷങ്ങൾക്ക് ശേഷം സ്വന്തം രാജ്യത്തേക്ക് വലിയ വിജയത്തോടുകൂടി വന്നപ്പോഴുണ്ടായ കാര്യങ്ങളും നമുക്ക് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു വലിയ വിജയമായി വന്നപ്പോൾ മുമ്പ് ആട്ടി ഓടിക്കപ്പെട്ട ആളുകളോട് പകയോ വിദ്വേഷമോ ഇല്ലാതെ അവർക്കൊക്കെ തന്നെ മാപ്പ് നൽകിക്കൊണ്ട് ഇസ്ലാമിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുവാനുള്ള അവസരങ്ങൾ നൽകിയ ഉദാത്തമായ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തരുവാൻ കഴിയുകയാണ്.
അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ ഹിജറ ഒരു പ്രധാന വിഷയമായി ജാമിയയുടെ ഒരു സെഷനിൽ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു സെഷനായി ഇത് മാറിയിരിക്കുന്നു. അതിന് ഓരോ വിഷയവും ഓരോ പ്രത്യേകമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഈ സെഷന് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബ്രിട്ടീഷുകാരന്റെ ക്രൗരങ്ങൾക്ക് മുന്നിൽ വിരിമാറുകാട്ട് വീരമൃത്യു വരിച്ച ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താന്റെ ഗതകാല ചക്രമുരണ്ട ആത്മീയതയുടെ ആയപ്പരപ്പുകളിൽ ആത്മസായുജ്യം തേടിയ അനവധി നിരവധി ഔലിയാക്കളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ വയനാടൻ മലമടക്കുകളിൽ നിന്നെത്തി സാക്ഷര കൈരളിയുടെ അക്ഷരമുറ്റത്ത് വിജ്ഞാനത്തിന്റെ തേന്നുകരുന്ന ചിത്രശലഭങ്ങൾ വയനാട് ജില്ലാ സ്റ്റുഡൻസ് ഫോറം സമർപ്പിക്കുന്നു. സമ്മേളന സപ്ലിമെന്റ് ജാമിഅ വസന്തം ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് അഡ്വക്കേറ്റ് ഉമർ എംഎൽഎക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഫുഡ് വോളണ്ടിയേഴ്സിന്റെ ബി ഗ്രൂപ്പ് എത്രയും പെട്ടെന്ന് ക്യാൻറ്റീനിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. അടുത്തതായി വേദി ബഹുമാന്യരായ പി ഉബൈദുള്ള എംഎൽഎ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയരായ ഉസ്താദ് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അവർകൾ, പ്രസീഡിയം നിയന്ത്രിക്കുന്ന ബഹുമാനനായ അഡ്വക്കേറ്റ് ഉമർ സാഹിബ് എംഎൽഎ, വേദിയിലുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മതകലാലയമായ ജാമിഅ നൂരിയ അറബിയയുടെ 53-ാം വാർഷിക സമ്മേളനം കഴിഞ്ഞ കാലങ്ങൾ വ്യത്യസ്തമായി അതിവിപുലമായ പരിപാടികളോടുകൂടി 5 ദിവസങ്ങളിലായി നമ്മൾ ആഘോഷിക്കുകയാണ്. വിവിധങ്ങളായ പഠനാർഹമായ സെഷനുകളാണ് ഈ 5 ദിവസങ്ങളിലും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ കാല വാർഷിക സമ്മേളനങ്ങളിൽ ഒന്നും ചർച്ച ചെയ്യപ്പെടാത്ത കാലിക പ്രസക്തമായ വിഷയങ്ങൾ കൂടി 53-ാം വാർഷിക സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ നേതാക്കന്മാർ, നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും മനസ്സിലുദിച്ച ആശയമാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയ എന്ന് പറയുന്ന ഫൈസാബാദിലെ ഈ മഹൽ സ്ഥാപനം. ഈ മഹൽ സ്ഥാപനത്തിൽ നിന്ന് ഫൈലി ബിരുദമെടുത്ത് പണ്ഡിതന്മാരായി പുറത്തുപോയ ആയിരക്കണക്കായ യുവ പണ്ഡിതന്മാർ ഇന്ന് നമ്മുടെ നാട്ടിലും അയൽ രാജ്യങ്ങളിലും ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ ദീനിൻ്റെ പ്രചാരകന്മാരും പ്രബോധകന്മാരുമായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജാമിയയുടെ പ്രവർത്തനത്തിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നത് കേരളക്കരയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് മാർഗദർശനം നൽകാൻ ജാമിയയുടെ സന്തതികളിലൂടെ നമുക്ക് സാധ്യമാകുന്നു എന്നതാണ് നമ്മളെല്ലാവരെയും അഭിമാനികളാക്കുന്ന വസ്തുത എന്ന് പറയുന്നത്. ജാമിയയിൽ നിന്ന് പുറത്തു വരുന്ന പണ്ഡിതന്മാരുടെ സേവന പ്രവർത്തനങ്ങളുടെ ഫലമായി കേരള സംസ്കാരം തന്നെ മാറ്റിയതിനു വേണ്ടി നമുക്ക് സാധ്യമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇസ്ലാമത വിശ്വാസികൾക്ക് മാത്രമല്ല, കേരളം എന്ന് പറയുന്നത് എല്ലാ ജനവിഭാഗങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇങ്ങനെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് മറ്റുള്ള മതവിഭാഗങ്ങൾക്കിടയിൽ വരെ ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് പ്രവൃത്തിഭാഗത്തിലൂടെ കാണിച്ചു കൊടുക്കാനും നമ്മുടെ ഫൈലിമാരുടെ പ്രവർത്തനത്തിലൂടെ സാധ്യമാകുന്നു എന്നതാണ് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ തന്നെ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ ഈ സ്ഥാപനത്തിന് പുറത്തുപോയ പണ്ഡിതന്മാരുടെ സേവനത്തിലൂടെ കഴിയുകയാണ്. നമ്മൾ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു. ആ ദീൻ നമ്മൾ പഠിപ്പിക്കുന്ന ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറ
നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു വരുന്നു. ആ തലമുറയിലൂടെ മറ്റു മതവിശ്വാസികൾ കൂടി ഇസ്ലാമിനെ പരിചയപ്പെടുന്നു. ഇതാണ് ഇസ്ലാം എന്ന് അവർക്ക് കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ സംസ്കാരം കൂടി ഒരു നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ പണ്ഡിത സമൂഹം വലിയ പങ്ക് വഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള പണ്ഡിത സമൂഹത്തെ വാർത്തെടുത്ത ജാമിയ നൂരിയയുടെ 53-ാം വാർഷിക സമ്മേളനത്തിൽ വിവിധങ്ങളായ പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന മജ്ലിസുന്നൂർ, നമുക്കേവർക്കും പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയ കേരള മുസ്ലിങ്ങളുടെ അഭ്യന്തര നേതാവ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മനസ്സിൽ വെച്ച ഒരാശയമാണ് മജ്ലിസുന്നൂർ. അധാർമികതയിലേക്ക് കുപ്പികുത്തിക്കൊണ്ടിരിക്കുന്ന യുവസമൂഹത്തെ, നമ്മുടെ ഇന്നത്തെ തലമുറയെ ധാർമ്മികതയിലേക്ക്, ആത്മീയതയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ വിഭാവനം ചെയ്ത മജ്ലിസുന്നൂർ നമ്മുടെ നാട്ടിലുടനീളം ഗ്രാമപ്രദേശങ്ങളിലടക്കം ജനകീയ പങ്കാളിത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്നലെ ഇവിടെ സംഘടിപ്പിച്ച മജ്ലിസുന്നൂറിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. അപ്പോൾ കൂടുതൽ ആത്മീയതയിലേക്ക് നമ്മൾ ആളുകളെ നയിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ജാമിയ കേന്ദ്രീകരിച്ച് നമുക്ക് സാധ്യമാകുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിക ചരിത്രത്തിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രത്തിലുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായ മക്കയിൽ നിന്നുള്ള മദീനയിലേക്കുള്ള ഹിജറ സംബന്ധമായ വിഷയമാണ് ഇന്നിവിടെ പ്രധാനമായും ഈ സെഷനിൽ ചർച്ച ചെയ്യുന്നത് എന്നതുകൊണ്ട് ആ വിഷയം സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ ഉള്ളതുകൊണ്ടും ഞാനതിലേക്ക് കടന്നു ചെല്ലണം എന്നാഗ്രഹിക്കുന്നില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രിയപ്പെട്ട പ്രവാചകൻ ജനിച്ച മണ്ണിൽ തൻ്റെ വിശ്വാസ പ്രമാണമനുസരിച്ച് ജീവിക്കാനും തൻ്റെ ഇസ്ലാമിക ആദർശങ്ങൾ പ്രചരിപ്പിക്കാനും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ ആജ്ഞയനുസരിച്ച് മദീനയിലേക്ക് പാലായനം ചെയ്യപ്പെടേണ്ടി വന്ന ഇസ്ലാമിക ചരിത്രമെല്ലാം നമുക്കറിയാം. ആ മദീനയിലെ വിശ്വാസികൾ എങ്ങനെയാണ് പ്രിയപ്പെട്ട നമ്മുടെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, പ്രിയപ്പെട്ട പ്രവാചകനെയും അനുചരന്മാരെയും സഹാബാക്കളെയും സ്വീകരിച്ചത് എന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ ഒരു നല്ല മനസ്സിൻ്റെ ഉടമകൾ ഇന്നും മദീനയിലുണ്ട് എന്ന് മദീനയിൽ പോകുന്ന ആർക്കും ബോധ്യപ്പെടും. യഥാർത്ഥത്തിൽ മദീന റൗള ഷരീഫ് സന്ദർശിക്കുന്ന, മദീന പട്ടണം സന്ദർശിക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും മനം കുളിർപ്പിക്കുന്ന ഒരു അനുഭവമാണ് മദീനയിൽ നമുക്കുണ്ടാകുന്നത്. എന്താ ചോദിച്ചാൽ, പ്രിയപ്പെട്ട പ്രവാചകനെയും അനുചരന്മാരെയും നിഷ്കളങ്കരായി മനസ്സറിഞ്ഞ് ഹൃദയപൂർവ്വം സ്വീകരിച്ച മദീന നിവാസികളുടെ അവരുടെ ഒരു പിൻഗാമികൾ എന്ന നിലയിൽ മദീനയിൽ ഇന്നും ആ ഒരു അനുഭവം അവിടെ ചെല്ലും നമുക്ക് ഓരോ വിശ്വാസിക്കും ഉണ്ടാവുകയാണ്. അത്തരത്തിൽ നല്ല രീതിയിൽ ഇസ്ലാമിനെ സ്വീകരിക്കാനും പരിശുദ്ധ ദീനിൻ്റെ പ്രചാരണങ്ങൾ ഏറ്റെടുക്കാനും ഒക്കെ മുന്നോട്ട് വന്നിട്ടുള്ള മദീന നിവാസികളെ എക്കാലത്തും നമ്മൾ നന്ദിയോടുകൂടി ഓർക്കേണ്ടതുണ്ട്. ആ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച ആ പാരമ്പര്യം ഇന്നും മദീനയിലെ നിവാസികൾ സ്വീകരിക്കുന്നു, പുലർത്തിപ്പോരുന്നു എന്നതും നമ്മളെല്ലാവരും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ആ രീതിയിൽ ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമ്മേളനത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.